ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ചിക്കൻ ഫ്രൈ ആണ്. അതായത് നമ്മുടെ ബിരിയാണി മസാലയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പി അറിയേണ്ടവർ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണൂ കേട്ടോ. അതെനിക്കൊരു സപ്പോർട്ടും കൂടെയാകും. അപ്പോൾ വീഡിയോ തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 വലിയ ഉള്ളി, 2 വലിയ തക്കാളി. 5 വലിയ ഉള്ളി എന്ന് പറയുമ്പോൾ അതിന് കനം കുറച്ചരിഞ്ഞതാണ്. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി, അതേപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈക്ക് മെയിനായിട്ട് എടുത്തത്. പിന്നെ ഒരു പിടി കുരുമുളക് ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ചിക്കൻ ഫ്രൈക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത്രയും കുരുമുളക് പൊടിയാണ് ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് എടുത്തിരിക്കുന്നത്. ഇത് ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് നല്ല പോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. ഇത്രയും എടുത്താൽ എരിവ് കൂടിപ്പോകുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് നല്ല സൂപ്പറായി കിട്ടും. പിന്നെ വേണ്ടത് കുറച്ച് ഈ ഒരു ഐറ്റംസാണ്. അതായത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറാമ്പ്, ഗ്രാമ്പൂ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് ഫ്രൈ ചെയ്ത് ചിക്കൻ ഫ്രൈയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റിന് നല്ല പോലെ ഒരു മാറ്റം വരുത്താൻ സാധിക്കും. നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഓട്ടുരുളിയിലാണ്. അതും നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല നാടൻ വിറകടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഗ്യാസ് അടുപ്പിലല്ല. ഈ ഒരു ഉരുളിപ്പാത്രം ഞാൻ ചൂസ് ചെയ്യാനുള്ള റീസൺ നല്ലപോലെ നമുക്ക് ചൂടായി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല ജ്യൂസി ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം ഞാൻ ഈ ഒരു ഉരുളിയിലേക്ക് ആദ്യമായി തന്നെ ഒഴിക്കുന്നത് കുറച്ച് നെയ്യാണ്. എന്നിട്ട് ഞാൻ ഈ ഒരു നെയ്യ് എടുക്കാനുള്ള റീസൺ ബിരിയാണി മസാല ആയതുകൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ നെയ്യ് ഒഴിച്ചത്. അതിനുശേഷം ഞാൻ ഒഴിച്ചത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. ഈ ഒരു വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഞാൻ മിക്സ് ആക്കിയത് നമുക്ക് നെയ്യ് അധികമായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ടത് അണ്ടിപ്പരിപ്പാണ്. എണ്ണ നല്ലതുപോലെ ചൂടായത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഉണക്കമുന്തിരിയും അപ്പം തന്നെ ഇട്ട് വേഗം തന്നെ വറുത്തെടുക്കുന്നുണ്ട്. നല്ലപോലെ തീ ഉള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ട് ഈ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി ഗൈസ്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് ഇടുന്നത് കറാമ്പും കറുവപ്പട്ടയാണ് ഇട്ടത്. ഈ ഒരു എണ്ണ ചെറുതായിട്ട് നല്ല തീയുള്ളത് കൊണ്ട് തന്നെ കരിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഈ ഒരു കറാമ്പും കറുവപ്പട്ട ഇട്ടത് കാണാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നീട് ഇട്ടത് ഈ ഒരു 5 വലിയ ഉള്ളിയാണ്. എന്നിട്ട് നല്ല പോലെ നമ്മൾ മിക്സാക്കി കൊടുക്കുക. കാരണം നല്ല തീയുള്ളത് കൊണ്ട് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇട്ട പാടെ തന്നെ നല്ല പോലെ നമ്മൾ ഉള്ളി വഴറ്റി കൊടുക്കുക. ഓക്കെ, നല്ല പോലെ തന്നെ അത് മിക്സായി വരാൻ കുറച്ച് സമയം എടുക്കും. തിരക്ക് കൂട്ടാൻ പാടില്ല. കാരണം നമ്മൾ തിരക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഉള്ളി വഴന്ന് വരണമെങ്കിൽ അതിൻ്റേതായ കുറേ ടൈം എടുക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നല്ല ക്ഷമയോടുകൂടി തന്നെ ഈ ഒരു ഉള്ളി വഴന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ടത് ഈ ഒരു പിടി ചെറിയുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. ഉള്ളി കുറച്ച് വഴന്ന് വരുമ്പോഴാണ് ഞാൻ ഈ ഒരു ചെറിയുള്ളിയും കൂടെ ഇട്ടത്. അപ്പോൾ രണ്ടും കൂടെ ഏകദേശം ഒരേ സമയം തന്നെ നമുക്ക് വഴന്ന് കിട്ടാൻ സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഈ ഒരു പിടി ചെറിയുള്ളി ഇട്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 1.5 സ്പൂണോളം കല്ലുപ്പ് ചേർക്കുക. ഇത് പെട്ടെന്ന് തന്നെ സവാള വഴന്ന് വരാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അധികമായി പോകരുത്. പിന്നീട് നമുക്ക് ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ബാലൻസ് ചെയ്യാൻ സാധിക്കും. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാൻ. നമ്മൾ ഇതേപോലെ തന്നെ നല്ലപോലെ നമുക്ക് നല്ലൊരു അടപ്പ് വെച്ചിട്ട് ഈ ഒരു പാത്രം മൂടിയിട്ട് ഈ ഒരു തീയാണ് ഞാൻ വെച്ചത്. അധികം തീയായിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് നേരം ഞാൻ ഈ മൂടി വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ ഇത്രയും
നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കുറച്ചുകൂടെ നല്ലപോലെ നമുക്കിത് വഴന്ന് കിട്ടണം. അപ്പോൾ വീണ്ടും ഇതേപോലെ നല്ലപോലെ തന്നെ നമ്മൾ വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, അധികം അരയാതെ ശ്രദ്ധിക്കണം. അധികം അരഞ്ഞാൽ കഴിക്കും, അധികം അരയാതെ നോക്കുക. ഓക്കെ, എന്നാലും നമുക്ക് അരയും വേണം. ഈ ഒരു ലെവലിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോഴേക്കും ഇവിടെ ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഞാൻ നല്ലപോലെ ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ലപോലെ ഇളക്കി അടി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് കഴിയണ്ട, അപ്പോഴേക്കും നമുക്ക് കുരുമുളക് ഇടേണ്ട ടൈമാവും. അപ്പോൾ നമ്മൾ ഈ ഒരു നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളക് പൊടി നമുക്ക് അത് മുഴുവനും ഈ ഒരു സവാളയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ കുരുമുളക് പൊടി സവാളയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നല്ലപോലെ നമുക്ക് മിക്സാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്കും നമുക്ക് നല്ലപോലെ മിക്സാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഞാൻ ഇവിടെ സവാളയും കുരുമുളക് പൊടിയും തമ്മിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇനി നമുക്ക് മസാലപ്പൊടി ഇടേണ്ട ടൈമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സവാളയുടെ നടുഭാഗത്തായിട്ട് ചെറിയതായിട്ടൊന്ന് ഒരു റൗണ്ടിൽ നിന്ന് എന്താ പറയുക ഒരു കുഴി പോലെ ആക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ എന്താ പറയുക ഓയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തത്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 സ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1.5 സ്പൂണോളം മുളക് പൊടിയാണ്. മുളക് പൊടി കൂടരുത്, കാരണം ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇടുക. 1.5 സ്പൂൺ ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇടുന്നത് അതേപോലെ തന്നെ 1.5 സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് അളന്നിടാൻ പോകുന്നത്. ഇത്രയും കൂമ്പാരാക്കി ഞാൻ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. ഓക്കെ, അധികം മല്ലിപ്പൊടി ആവരുത്. അപ്പം ഈ ഒരു മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് നല്ലപോലെ മുന്നിട്ട് നിൽക്കും. അത് ഒരിക്കലും ഈ ഒരു ഫ്രൈക്ക് മാച്ച് ആവില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് സെൻറ്ററിൽ നിന്ന് തന്നെ കുറച്ച് നേരം ഒന്ന് ഈ ഒരു പൊടി മൂപ്പിച്ചിട്ട് ബാക്കി സവാളയായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പാകത്തിന് മസാല വെന്ത് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു സവാളയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റ് വേറിട്ട് നിൽക്കത്തുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നല്ലപോലെ ഇത് മിക്സാക്കി. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലെ സവാളയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആയിട്ട് നല്ലപോലെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മിക്സാക്കിയിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ, അതായത് നമ്മൾ നേരത്തെ ഒരു ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ജാറിൽ കുറച്ച്, അതായത് മുഴുവനും ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഇത്ര അളവിൽ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കി ഞാൻ ചിക്കൻ ഇട്ടതിന് ശേഷമാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് എല്ലാവരുടെയും എത്തുന്ന വരെ, അതായത് ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നല്ല ഒരു മസാല തേച്ച് വെച്ച ഒരു 1/2 കിലോളം തൂക്കം വരുന്ന ചിക്കനാണ്. അപ്പോൾ ഈ ഒരു ചിക്കനിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും പാകത്തിന് തന്നെ നമ്മൾ ഇടണം. കാരണം ഇതിൽ നമ്മൾ ആവശ്യത്തിലേറെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കല്ലുപ്പ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ കണക്കാക്കി വേണം നമ്മൾ ഈ ഒരു ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യുക. മസാലയിലൊക്കെ നമ്മൾ ഈ സവാളയിലൊക്കെ ആവശ്യാനുസരണം തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുക.
ഇനി നല്ലപോലെ ചിക്കൻ്റെ എല്ലാ സൈഡിലും ഈ ഒരു സവാള വഴന്ന് വന്ന ഈ ഒരു മസാല ഉണ്ടല്ലോ അത് എല്ലായിടത്തും എത്തുന്ന വരെ നമ്മളൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തത് ഇതേപോലെ ആക്കിയെടുക്കുക. കുറച്ച് ടൈം എടുക്കും, എന്നാലും നമ്മൾ നല്ലപോലെ തന്നെ ഈ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇളക്കുക. എന്നിട്ടാണ് ഞാൻ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ബാക്കി പാർട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് ഞാൻ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഈ ഒരു ചിക്കൻ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലായിടത്തും ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവുന്ന വിധം ഞാൻ നല്ലപോലെ ഈ ചിക്കൻ വേവിക്കും. കാരണം ചിക്കനിലെ എല്ലാ സൈഡിലും ഈ ഒരു ടേസ്റ്റ് എത്തണം. അപ്പം നമ്മൾ നല്ലപോലെ ഇതേപോലെ നമ്മൾ ഇളക്കി ഈ ഒരു കളറാവണം. ഈ ഒരു കളറല്ല, ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. നമ്മളിനി കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ വേവിക്കാനായിട്ട് വെക്കും. അപ്പോൾ അതിനനുസരിച്ച് വേവുന്തോറാണ് ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും ഒക്കെ മാറി വരുന്നത്. അപ്പം കുറച്ച് സമയമെടുക്കും, നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഓക്കെ, ഇവിടെ അപ്പം ഞാൻ ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് കൂട്ടി ഒരുമിച്ച് ഞാൻ വെക്കുവാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ചിക്കൻ വേവാൻ വേണ്ടിയിട്ടുള്ള അതായത് ഒരു കൈപ്പാട്ടാന്ന് പറയും, അതായത് ഒരു മഗ്ഗിൻ്റെ ഒരു പകുതിയോളം ഞാൻ വെള്ളം എടുത്ത്, അത്ര വെള്ളം മാത്രം മതി, അധികം വെള്ളം ആവരുത്, പിന്നീട് കറി പോലെ ആയിപ്പോവും. പിന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാൻ ഡ്രൈ ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചിക്കൻ ഇളകിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം ഇതിൽ ഒഴിക്കുക, അധികമാവാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു അതായത് നമ്മളിത് മസാല ഒന്ന് ലൂസാക്കി കൊടുത്ത് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ചിക്കൻ ഒന്ന് സെറ്റായ ശേഷം ഒന്ന് മൂടി വെക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് നോക്കിയപ്പോൾ കണ്ടത് നമ്മൾ നേരത്തെ വെച്ച വെള്ളമൊക്കെ അത്യാവശ്യം വയന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അടിഭാഗത്ത് തൊട്ടേ ഒന്ന് നല്ലപോലെ ഇളക്കി വരിക. പക്ഷേ ചിക്കൻ ഒരിക്കലും അതായത് ചിക്കനിൽ എന്താ പറയുക, ആ ഒരു ഇറച്ചി ഇളകി പോകുന്ന തരത്തിലാവരുത് ഇളക്കുന്നത്. നല്ലപോലെ ഇളകാത്ത വിധം ശ്രദ്ധിച്ച് ഇളക്കുക. അവസാനം എല്ല് മാത്രമായി പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ലപോലെ ശ്രദ്ധിച്ചിളക്കുക. കാരണം ചിക്കൻ എന്ന് പറയുന്നത് അത്ര വേവേ ഉള്ളൂ. അതായത് ഇത്ര വയന്ന് വന്ന ഇത്രയും റെഡിയായ ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഈ ഒരു 2 തക്കാളി ഞാൻ അരിഞ്ഞത് ചേർക്കുന്നത്. ഞാൻ ഒരിക്കലും ഇപ്പോൾ എന്ത് മസാല ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും തക്കാളി ആദ്യം ഇടാറില്ല. ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ തക്കാളി ഇടാറ്. അപ്പോഴാണ് ഈ തക്കാളിയുടെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ചിക്കനിലേക്കാവട്ടെ, ചെമ്മീനിലേക്കാവട്ടെ, ബീഫിലേക്കാവട്ടെ എല്ലാത്തിലേക്കും ഫസ്റ്റ് അത് തക്കാളിയുടെ ടേസ്റ്റ് എത്തണമെങ്കിൽ ഈ ഒരു സ്റ്റേജിലിടണം. ഇപ്പോൾ ഇടുകയാണെങ്കിൽ തക്കാളി നല്ലപോലെ ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ മുൻപാണെങ്കിലും അങ്ങനെ കിട്ടും. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. കാരണം നമ്മളെപ്പോഴും ഒരേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് മനസ്സിലാവില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കി വളരെ ക്ഷീണിച്ചപ്പോൾ എനിക്ക് കുറച്ച് മാങ്ങ കഴിക്കാൻ തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു മാങ്ങ കഴിച്ചത്. നല്ല ടേസ്റ്റി മാങ്ങയായിരുന്നു. അപ്പോൾ അത് തിന്ന് കഴിയുമ്പോഴേക്ക് തന്നെ ചിക്കൻ ഒരുവിധമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് നേരം അതായത് തീയിൽ നിന്നും പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് അതായത് തണുത്ത് സെറ്റാവുകയെന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ അതായത് അധികം വാട്ടർ കൺസിസ്റ്റൻസി ഇല്ല. ഇതിപ്പോൾ പറയുന്നത് ഉള്ളി വയന്ന് വന്ന ആ ഒരു തിക്കായിട്ടുള്ള ഈ ഒരു ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്ലാണ്ട് വാട്ടറി എന്ന് പറയാൻ പറ്റില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു സ്റ്റേജിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇത്ര ഇട്ടെടുക്കുന്നത്. ഈ ഒരു ഉണക്കമുന്തിരി ഇട്ടെടുക്കാനുള്ള റീസൺ നമുക്ക് ഇങ്ങനെ ഒരു മധുരിക്കുമ്പം നമുക്ക് കറിക്കൊരു ടേസ്റ്റ് വരും. മധുരിക്കുക എന്ന് പറയുമ്പം ചില കറികളുണ്ട് നല്ലപോലെ ഉള്ളി കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉള്ളിയുടെ ഒരു ടേസ്റ്റ് എടുത്ത് പിടിക്കും, മധുരിപ്പോടെ എടുത്ത് പിടിക്കും. ഇങ്ങനെയാണ് ഞാനിപ്പോൾ വഴറ്റിയെടുത്തത്. ഇത് കുറച്ച് തണുത്ത് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറിയുടെ ഒരു കളർ ശരിക്കും മനസ്സിലാക്കുക.
ഈ ഒരു കളറ് പോലെ തന്നെ ഇരിക്കും ഈ ഒരു കറിയുടെ ടേസ്റ്റും. അങ്ങനെ ഞാൻ ചോറ് ഒക്കെ സെറ്റാക്കി വെക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു കറി ചൂടോടെ ഞാൻ വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കറിയുടെ ടെക്സ്ചർ. അതിനുശേഷം ഞാൻ നല്ല മധുരമുള്ള മാങ്ങയും കഴിച്ച് നല്ല പോലെ വയറ് ഫുൾ